സന്തോഷ് അഷ്ടദിക് പീഠങ്ങളില് അഷ്ടദിക് പാലകരുടേതും തുടങ്ങിയിട്ട് ഇനിയിപ്പോ മൂന്നാമതായിട്ടുള്ള യമപീഠത്തെ കുറിച്ചും അങ്ങ് വിശദീകരിക്കേണ്ടതുണ്ട്. അതെ, അത് ഞങ്ങൾക്ക് പറഞ്ഞു തരുവാണെങ്കിൽ നന്നായി. നമുക്ക് മൂന്നാമത്തെ പീഠമാണ് യമപീഠം. യമപീഠത്തിന് അഷ്ടദിക് പാലക പീഠങ്ങളിലേക്ക് വരുമ്പോൾ അതിന് സംഭവിക്കുന്ന നാമവ്യതിയാനമാണ് പിതൃപതി എന്ന് പറയുന്നത്. പിതൃപതി. അഷ്ടദിക് പാലകരിലേക്ക് വരുമ്പോൾ തെക്ക് കിഴക്കേ കോണില് അഗ്നി വഹ്നിയാകും. യമൻ അഷ്ടദിക് പാലകരിലേക്ക് വരുമ്പോൾ വായുവിന്റെ ഗുണത്താൽ ആ ഇന്ദ്രഗുണത്താൽ പിതൃപതിയാകും. പിതൃ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ക്ഷേത്രങ്ങളിലൊക്കെ കണ്ടിട്ടില്ലേ മൂലപിതൃ എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചേക്കുന്നത്. പിതൃപീഠം എന്നൊക്കെ പറയുമ്പോ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ മൂലപിതൃ എന്ന് പറഞ്ഞാൽ നമ്മളുടെ അപ്പൂപ്പന്റെ അപ്പൂപ്പന്റെ അപ്പൂപ്പൻ എന്ന് പറഞ്ഞാൽ മനുഷ്യനായിരുന്നു എന്നുള്ള രീതിയിലല്ല അത് കാണേണ്ടത്. ക്ഷേത്രം പ്രതിഷ്ഠിച്ച ആ പിതൃവിനെ അല്ല അവിടെ കൽപ്പിച്ചിരിക്കുന്നത്. മൂലപിതൃ എന്ന് പറഞ്ഞാൽ വൃക്ഷലോകമാകുന്നു, സസ്യലോകമാകുന്നു, വിഷ്ണുവാകുന്നു, വൈഷ്ണവമാകുന്നു. അതായത് ഏറ്റവും മൂല്യമുള്ള, ഏറ്റവും നമ്മളുടെ ജനനത്തിന് കാരണമായിരിക്കുന്ന നമ്മുടെ പിതൃസ്ഥാനത്ത് നിൽക്കുന്നത് നമുക്ക് ജീവനാംശം തരുന്ന വൃക്ഷലോകമാകുന്നു, വൈഷ്ണവ ലോകമാകുന്നു. ആ വൃക്ഷമാണ്, ആ വൈഷ്ണവ ഊർജമാണ്, ആ വൈഷ്ണവ ശക്തിയാണ് നമ്മൾ നിലനിർത്തുന്നത്. ആ ഹരിതലോകം തന്നെയാണ് നമ്മുടെ മൂലപിതൃ എന്ന് പറയുന്നത്. അവിടെ ഒരു വ്യക്തതയുണ്ട്. പിതൃ എന്ന് എഴുതി വെച്ചിരിക്കുന്ന നമ്മൾ ആരാധനാലയങ്ങളിൽ ചെല്ലുമ്പോൾ കാണുമ്പോഴാണെങ്കിൽ പോലും അതൊരു വൃക്ഷത്തിന്റെ ചുവട്ടിലായിരിക്കും സാധാരണഗതിയിൽ. തീർച്ചയായിട്ടും വൃക്ഷം അവിടെ ഉണ്ടാവണം. അപ്പൊ അതുകൊണ്ട് തന്നെ അത് അനുമാനിക്കാം. പിന്നെ ആളുകൾക്ക് കാണാൻ വേണ്ടിയിട്ട്, ഭക്തർക്ക് വിശ്വാസികൾക്കോ നേരിട്ട് കാണാൻ വേണ്ടി എന്തെങ്കിലും ബിംബമോ മറ്റെന്തെങ്കിലോ ചിലപ്പോൾ അവിടെ കാണുമായിരിക്കാം. സങ്കല്പ പീഠത്തിൽ പറ്റില്ലല്ലോ, പീഠം വേണം. പീഠം സങ്കല്പമല്ലാതെ അവിടെ പ്രത്യക്ഷത്തിൽ ഉണ്ടാവണം. ആ പ്രത്യക്ഷ പീഠം വൃക്ഷത്തിന്റെ മൂലത്തിൽ തന്നെയാണെങ്കിൽ അത് ഏറ്റവും ശ്രേഷ്ഠമാണ്. നമ്മുടെ മാലിന്യത്തെ, ജന്തുലോകമായിരിക്കുന്ന ഈ പരമാത്മ ചൈതന്യമായിരിക്കുന്ന നമ്മളുടെ മാലിന്യത്തെ മൂല്യമുള്ളതാക്കുന്ന മൂലപിതൃ എന്ന് പറയുന്നത് വൃക്ഷലോകമാണ്. അന്നും ഇന്നും എന്നും മാറ്റമില്ല. സനാതനനാണ്, അതുകൊണ്ട് മൂലപിതൃ. വിഷ്ണുവിന് സനാതനൻ എന്നൊരു പേരുണ്ട്. കാരണം ഇതാണ്, മാറ്റമില്ല. നമ്മുടെ പിതൃസ്ഥാനം അലങ്കരിക്കുന്നത്, ജന്തുലോകത്തിന്റെ മാതൃലോകത്തിന്റെ പിതൃസ്ഥാനം അലങ്കരിക്കുന്നത് നമ്മളുടെ അവതാര കാരണമായിരിക്കുന്നത് സസ്യലോകമാകയാൽ, വൃക്ഷലോകമാകയാൽ നമ്മളുടെ മൂലപിതൃ എന്ന് പറയുന്നത് ഈ വിഷ്ണുവാകുന്നു, ഹരിയാകുന്നു, ഹരിതലോകമാകുന്നു. അപ്പൊ ഈ യമപീഠത്തിലേക്ക് വരുമ്പോ ഇത് പറയാൻ കാരണം പിതൃപതിയാണ് യമൻ. യമൻ നിൽക്കുന്നത് തെക്ക് കിഴക്കേ കോണില് അഗ്നിയും വഹ്നിയും, തെക്ക് പടിഞ്ഞാറെ കോണില് ആകാശവും, നിരുതിയും. നിരുതി എന്ന് പറഞ്ഞാൽ മരണത്തിന് ഒരവധിയും കൊടുക്കാത്ത നിരുതിയുടെ പീഠമാണ് തെക്ക് പടിഞ്ഞാറ്. ആകാശത്തിന്റെ പീഠമാണത്. ആകാശം എപ്പോഴും കന്നിയാണ്, അതായത് പുതുതാണ്. ഈ സ്പേസിലേക്ക് പിന്നെ നമ്മളുടെ ഈ ഭൂമി തിരിച്ച് എത്തുന്നത്, ഏകദേശം ആ സ്പേസിലേക്ക് പിന്നെ ഭൂമി എത്തുന്നത് ഒരു ചതുർയുഗം കഴിഞ്ഞിട്ടാണ്. അത്രയും സഞ്ചാര വേഗതയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഭൂമിക്ക് എപ്പോഴും ആകാശം പുതിയതാണ്, കന്നിയാണ്. അതുകൊണ്ടാണ് മാതൃഭാവത്തിലാണ് ആകാശം, സ്ത്രീഭാവത്തിലാണ് ആകാശം. ഡാർക്ക് എനർജിയാണ്, നെഗറ്റീവ് എനർജിയാണ് ആകാശം, തമസിന്റെ ഗുണമാണ്. അപ്പൊ ഈ സ്പേസിലേക്ക് നമ്മൾ വരുന്നത് പിന്നെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് പുതുതാണ് കന്നിക്കോണ്. ആ നിരുതിയുടെ പീഠത്തിനും വഹ്നിയുടെ പീഠത്തിനും കൃത്യം സെന്ററിൽ നേരെ തെക്കാണ് യമപീഠം. അതാണ് പിതൃപതിയായിരിക്കുന്നത്. ഏകദേശം അങ്ങേക്ക് അത് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായി. ഭാവിക്ക് കാരണഗണമായിരിക്കുന്നത് അഗ്നിയും ആകാശവും ചേർന്നിട്ടാണ്. ആ തെക്ക് കിഴക്കേ കോണിലെ അഗ്നിയും തെക്ക് പടിഞ്ഞാറെ കോണിലെ ആകാശത്തിനുമിടയിൽ ജനിക്കുന്ന, അതായത് അഗ്നിക്കും ആകാശത്തിനും ഇടയിൽ ജനിക്കുന്ന എനർജി, ജനനകാരണ ശക്തി പോലെ തന്നെ മരണകാരണ ശക്തിയായിരിക്കുന്ന ആകാശം. ജനനകാരണ ശക്തി അഗ്നിയാണ്, മരണകാരണ ശക്തി ആകാശമാണ്. ഇതിനിടയിലാണ്
യമൻ എന്ന് പറയുന്ന സമയം, യാമം സമയമാണ്. ആ സമയത്തിന്റെ പീഠം, ജനനത്തിനും മരണത്തിനും കാരണമായിരിക്കുന്ന കാലൻ എന്ന് പറയുന്ന യമരാജൻ എന്ന് പറയുന്ന ആ രജോ ഗുണത്തിൽ ജനിക്കുന്ന പീഠം. സിംഹയോനിയാണത്. സിംഹം എങ്ങനെയാണ്? ഹിംസിക്കുന്നതാണ്. ഹിംസിക്കുന്ന അഗ്നിയുടെ താപശക്തിയുള്ള, ആകാശത്തിന്റെ ശൈത്യശക്തിയുള്ള പുത്രനാണ് യമൻ. കറുപ്പാണ് മരണപീഠം, കാലൻ, യമൻ എന്നൊക്കെ പറയും. ഹവ്യഭുക്കായിട്ടുള്ള അഗ്നിയുടെ ശൂരപത്മാവായ ഹിംസരൂപമായ താപമാണ് യമൻ എന്നും ഒരു സങ്കല്പമുണ്ട്. ഈ ശൂരപത്മാവെന്ന് പറഞ്ഞ ഒന്ന് വിശദീകരിക്കാമോ? സൂര്യന്റെ താപത്തിൽ നിന്നും ജനിക്കുന്ന ആസുരിക ഗുണം, ആകാശത്തിന്റെ നിരുതിയുടെ മരണത്തിന് ഒരു അവധിയും കൊടുക്കാത്ത അത് നിഷ്ഠൂരമായിരിക്കുന്ന ഗുണം, ഇത് രണ്ടും കൂടി ചേർന്ന ഗുണമാണ് യമന്റെ ഗുണം. നമ്മള് പഠിച്ചിട്ടുണ്ട്, ശാസ്ത്രയുദ്ധം നടത്തിയത് ഈ ശൂരപത്മാവെന്ന് പറയുന്ന സൂര്യതാപത്തിനെതിരെയാണ്. ജന്തുലോകത്തിന്റെ ഭ്രൂണഹത്യയ്ക്ക് കാരണമായിരിക്കുന്ന സൂര്യതാപത്തെയാണ്, അതിതാപത്തെയാണ് ശൂരപത്മാവ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഗുണമാണ് ആ യമന്റെ, കാലത്തിന്റെ, മരണത്തിന്റെ പീഠമാണ് എവിടെ? ഈ നേരെ തെക്ക് പിതൃപതിയുടെ പീഠം. അത് മരണത്തിന്റെ മാത്രമല്ലല്ലോ, അപ്പൊ ജനനത്തിന്റെയും കൂടെ കാരണക്കാരനാണല്ലോ. ജനനത്തിന്റെ പീഠവും അതിനടുത്താണ്. ജനനത്തിന്റെ പീഠത്തിന്റെ അതേ. നിങ്ങൾ പറഞ്ഞപ്പോ എനിക്ക് സംശയം കൊണ്ട് ഞാൻ ചോദിച്ചതാണ് കേട്ടോ, അറിയാവായിട്ട് ചോദിച്ചല്ല. അതെ, ജനനത്തിന്റെ പീഠവും അതിനടുത്ത് തന്നെയാണ്. അത് രസകരമായിട്ടുള്ള മറ്റൊരു കണക്കാണ്. അത് ഏറ്റവും വൈഭവമുള്ള അതൊരു ചാപ്റ്റർ ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാം. അപ്പൊ ആഫ്രിക്കയിലാണ് ജനനം നടന്നത്, മനുഷ്യനുണ്ടായത്, ജീവനുണ്ടായത് എന്ന് പറയുന്നവര് അറിഞ്ഞിരിക്കേണ്ടത് യമന്റെ പീഠം, മരണത്തിന്റെ പീഠം ഇവിടെയാണ്. ആ പിതൃപതിയായിരിക്കുന്ന കാലൻ എന്ന് പറയുന്ന കാലത്തിന്റെ പീഠം ജീവനായിരിക്കുമ്പോൾ മാത്രമേ സമയമുള്ളൂ എന്ന് ചിന്തിക്കണം. ആത്മാവ്, മനസ്സ്, ശരീരം എന്ന് പറയുന്ന ത്രിഗണ വൈഭവത്താൽ, ഇലക്ട്രോൺ, ന്യൂട്രോൺ, പ്രോട്ടോൺ കണങ്ങളുടെ വൈഭവത്താൽ ജനിക്കുന്നതാണ് ഭാവി, ഭൂതം എന്ന് പറയുന്ന കാലം. ആ കാലത്തിന്റെ പീഠം ഇവിടെയുണ്ടെങ്കിൽ ജീവൻ എവിടെ ജനിച്ചിരിക്കാമെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഉണ്ടോ? ഇല്ല. ഒരു സ്ഥലത്ത് നിന്നാൽ ആ പിതൃപതിയുടെ പീഠം ഇവിടെയാണ്, ഭാരതത്തിലാണ് എന്ന് പറയുമ്പോ അത് എവിടെയാണെന്ന് പറയണമല്ലോ. തീർച്ചയായിട്ടും. അവിടെ നിന്നാൽ ഉദയവും അസ്തമയവും ഒരുപോലെ ദൃശ്യമാകുന്ന പീഠം. ത്രിഗുണ വൈഭവത്താൽ എന്ന പോലെ ത്രിസാഗര സംഗമത്താൽ യമന്റെ പീഠമായിരിക്കുന്ന, ഏറ്റവും ലോകത്തെ അതിശയിപ്പിക്കുന്ന പീഠമാണ് സംയമിനിയിലെ ആ ത്രിസാഗര സംഗമ പീഠം. അറബിക്കടലില്, ഇന്ത്യൻ മഹാസമുദ്രം, ബംഗാൾ ഉൾക്കടൽ, ഇത് മൂന്നും ചേരുന്ന ത്രിസാഗരങ്ങളുടെ സംഗമ പീഠത്തിലാണ് നമ്മളുടെ സംയമനി. അപ്പൊ അത് എവിടെയാന്ന് ഏകദേശം എനിക്ക് മനസ്സിലായോ? ഏകദേശം. അപ്പൊ സംയമനി ആണ് പിതൃപതിയുടെ പീഠമായി വരുന്നത് അല്ലേ? അതെ, യമപീഠം. അത് കന്യാകുമാരി അടുത്താണല്ലേ? അതെ അതെ അതെ. പറഞ്ഞു. കന്യാകുമാരി അവിടെയാണ് ഏറ്റവും കൂടുതൽ ആഴക്കടലുള്ള പ്രദേശം അല്ലേ? അവിടുന്ന് അങ്ങോട്ട് കടലിലോട്ട്, സമുദ്രത്തിലേക്ക് പോകുമ്പോ എന്റെ പിന്നെ എത്ര കറക്റ്റ് ആയിട്ടുള്ള ഒരു വേർഡായിപ്പിങ് വന്നേന്നറിയാം. ഇതിന്റെ അറിയാതെ വരുന്ന സത്യങ്ങൾ എന്ന് പറയുന്നത് അതാണ്. അതായത് സംയമനിയുടെ പീഠത്തിന് തെക്കാണ് കുമാരി ഖണ്ഡം, ഏറ്റവും താഴ്ന്ന ജീവനെ ജനിപ്പിക്കുന്ന സമുദ്രം. ജീവനെ ജനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും താഴ്ന്ന ഇടം. കുമാരന്മാരെങ്ങനെയാണോ ഉയർന്നു നിൽക്കുന്നത്, പർവ്വതകുമാരന്മാരെങ്ങനെയാണോ ഉയർന്നു നിന്ന് ജീവനെ സംരക്ഷിക്കുന്നത്, ജൈവലോകത്തെ പരിപാലിക്കുന്നത്, ദേവസേനാനിയാകുന്നത്, ഇന്ദ്രസേനാനിയാകുന്നത്, അതുപോലെ ജീവനെ ജനിപ്പിക്കുന്നതിന് കാരണമായിരിക്കുന്നത്, മാരിയെ ജനിപ്പിക്കുന്നതിന് കാരണമായിരിക്കുന്നത് കുമാരി ഖണ്ഡമാണ്.
ഉവ്വ. മാരിയെ കുമാരിയാക്കുന്നതാണ് കുമാരൻ. അപ്പൊ നമ്മൾ കുമാരിഖണ്ഡം എന്ന് കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. കുമാരിഖണ്ഡം സമുദ്രദേശമാണ്, ഏറ്റവും താഴ്ന്ന പ്രദേശമാണ്. ജീവനെ ജനിപ്പിക്കുന്നതിന് ഭൂമിയുടെ ഉയർച്ചയും താഴ്ചയും ഒരുപോലെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അപ്പൊ ജീവനെ ജനിപ്പിക്കുന്നതിന്, മാരിയെ ജനിപ്പിക്കുന്നതിന്, കുമാരിയെ ജനിപ്പിക്കുന്നതിന് കാരണമായിരിക്കുന്ന ഏറ്റവും വലിയ പീഠമാണ് ഈ കുമാരിഖണ്ഡം എന്ന് പറയുന്ന ഇന്ത്യൻ മഹാസമുദ്രം. ഈ ഭൂമിയിലെ ഏറ്റവും ആഴമുള്ള പ്രദേശം അല്ലെ? ഏറ്റവും ആഴമുള്ള പ്രദേശം എന്നുള്ളതിനപ്പുറത്ത് ഇതിനേക്കാൾ ആഴം കൂടിയ പ്രദേശങ്ങൾ പലതും ഉണ്ടെങ്കിൽ തന്നെ ഈ ജീവനെ ജനിപ്പിക്കുന്നതിന് കാരണമായിരിക്കുന്ന, മാരിയെ ജനിപ്പിക്കുന്നതിന് കാരണമായിരിക്കുന്ന, മാരി വന്നെത്തുന്നിടം കുമാരിയാകുന്നിടം, കുമാരി കന്യാകുമാരി ആയിരിക്കുന്നിടം. അത് ഞാൻ ഉദ്ദേശിച്ചത് തന്നെയാണ്. അവിടെയാണ് അത് നമ്മുടെ ന്യൂട്രോൺ, പ്രോട്ടോൺ, ഇലക്ട്രോൺ സംവിധാനത്തിന്റെ കൂടായ സ്ഥലം. അതെ, ദൈവ ജൈവ ശൈവ കണങ്ങളുടെ സംയുക്ത ഇടമായിരിക്കുന്ന ത്രിഗണ വൈഭവത്താൽ ജീവൻ ജനിക്കുന്ന ഇടം, മാരി കുമാരിയാകുന്ന, കന്യാകുമാരിയാകുന്ന ഇടം. അങ്ങനെ കന്യാകുമാരി എന്നുള്ള പേരവിടെ വന്നിരിക്കുന്നത് അല്ലേ? അതെ, പർവ്വത കുമാരന്മാരാൽ മാരി വന്നെത്തി കുമാരിയാകുന്ന, കന്യാകുമാരിയാകുന്ന ഇടം. അങ്ങനെയുള്ള ആ ഇടത്താണ്, ആ ത്രിസാഗര സംഗമ പീഠത്തിലാണ് സംയമനി എന്ന് പറയുന്നത്. അതും ദേവിയുടെ ക്ഷേത്രത്തിന്റെ ചേർന്നാണ് യമപീഠം. അപ്പൊ അതാണ് ഈ വൈഭവം. നമ്മൾ ശരിക്കും യമപീഠം എന്ന് ആദ്യം കേൾക്കുമ്പോൾ, ആളുകൾക്ക് ആദ്യം എപ്പോഴും കേൾക്കുമ്പോൾ അതൊരു അവസാനം നമ്മുടെ മരണകാരകനായിരിക്കുന്ന ഒരു സംവിധാനമാണല്ലോ തോന്നുന്നത്. അതെ, അത് എന്താണെന്നറിയോ, ശിവന്റെ ഇടത്തെ കണ്ണ് പതിയുന്ന ഇടം. ശിവൻ നിരുതിയുടെ പീഠത്തിലേക്കാണ് ദൃഷ്ടി. ഭൂമി സഞ്ചരിക്കുന്നത് നിരുതിയുടെ പീഠത്തിലേക്കാണ്, ആകാശത്തിന്റെ പീഠത്തിലേക്കാണ്. നിരുതിയുടെ ആകാശത്തിന്റെ നിരുതിയുടെ പീഠത്തിലേക്കാണ് നേർദൃഷ്ടി, തൃക്കണ്ണിന്റെ ദൃഷ്ടി അങ്ങോട്ടാണ്. ആ ആകാശത്തിന്റെ അന്ധതയിലേക്കാണ് ആ ജ്ഞാനത്തിന്റെ തൃക്കണ്ണുകൊണ്ട് ഭൂമി സഞ്ചരിക്കുന്നത്. ഇടത്തെ കണ്ണ് യമനിലേക്കും വലത്തെ കണ്ണ് വരുണനിലേക്കുമാണ് ഇരിക്കുന്നത്. അത് ശരി, പിടികിട്ടുന്നുണ്ടോ? ഇപ്പം ആ വരുണനാണ് ശുദ്ധജലത്തിന്റെ ദേവനാണ് വരുണൻ. ആ ശുദ്ധജലത്തിന്റെ എനർജിയുടെ വൈഷ്ണവ ശക്തിയാൽ എനർജിയുടെ ഇന്ദ്രഗുണമുള്ള ആ ദേവതാ സങ്കല്പമാണ് വരുണൻ. വലത്തെ കണ്ണ് വരുണനിലേക്കും ഇടത്തെ കണ്ണ് കാലത്തെ സമയത്തെ ജനിപ്പിക്കുന്ന യമനിലേക്കും, തൃക്കണ്ണിൽ നേരെയുള്ള കണ്ണ് തമസായിരിക്കുന്ന ആകാശത്തിലേക്ക്. തമസിലേക്ക് ഭൂമി സഞ്ചരിക്കണമെങ്കിൽ എന്തായിരിക്കണം തൃക്കണ്ണിൽ ഉണ്ടാവേണ്ടതെന്ന് അങ്ങ് പറയും. ഈ ഡാർക്ക് എനർജിയാണ് ആകാശം. അതായത് സൂര്യനില്ലെങ്കിൽ, ചന്ദ്രനില്ലെങ്കിൽ, നക്ഷത്രങ്ങൾ ഒന്നുമില്ലെങ്കിൽ ആകാശത്തിന്റെ കളർ എന്താണ്? ഡാർക്ക് എനർജിയാണ്, ഇരുട്ടാണ്. അപ്പൊ അതിന് ഏത് കണ്ണുകൊണ്ട് ഭൂമി സഞ്ചരിക്കേണ്ടി വരും? അഗ്നിയാകുന്ന കണ്ണുകൊണ്ട് പോകേണ്ടി വരും. അതെ, തൃക്കണ്ണിൽ എന്താണുള്ളത്? ശിവന്റെ അഗ്നിയാണ്. ഓക്കെ, അപ്പോ സയൻസിന് എന്തെങ്കിലും വൈഭവം തോന്നുന്നുണ്ടോ ഭാരതത്തിന്റെ വേദവുമായിട്ട്? തീർച്ചയായിട്ടും. ഇതല്ലേ രസകരമായി സത്യത്തിൽ നമ്മുടെ പാഠപുസ്തകങ്ങളിൽ 1ാം ക്ലാസ് മുതലെങ്കിലും ഇതൊക്കെയാണ് പാഠ്യ വിഷയമാക്കേണ്ടത്. നമ്മളും അകക്കണ്ണുകൊണ്ട് ശൈവശക്തിയായിരിക്കുന്ന ശരീരമുള്ള നമ്മളും അകക്കണ്ണിൽ അഗ്നിയായിരിക്കണം, പ്രകാശമായിരിക്കണം, ജ്ഞാനമായിരിക്കണം. വേദത്തെ വേദ്യമാക്കുന്ന വേദത്തിന്റെ ദൃഷ്ടി അകക്കണ്ണിലുള്ളപ്പോൾ പുറത്തെ അജ്ഞതയെ, അന്ധതയെ, അനാചാരത്തെ എല്ലാം പ്രഥമ ദൃഷ്ടിയാ നോക്കി വേദിച്ച് വേദ്യമാക്കി ജീവിതത്തെ വേദനയിൽ നിന്ന് മാറ്റി സർവ ആരോഗ്യത്തോടു കൂടിയിട്ട് സ്വർഗത്ത് ജനിപ്പിക്കുവാൻ നമുക്ക് കഴിയും. അന്ധവിശ്വാസങ്ങളെ പാടെ മറന്നു കളയുക, മുൻധാരണകളെയും മാറ്റിവെക്കും. വേദം പറയുന്ന സുന്ദരമായിട്ടുള്ള ജ്ഞാനം, അതിൽ ആനന്ദിക്കാം. നമ്മൾ എന്റെ വാക്കുകളിലല്ല, അവനവന്റെ ഹൃദയത്തിൽ ഇത് പേറിക്കൊണ്ട് മനസ്സിൽ ഇത് ഇട്ട് മനനം ചെയ്തുകൊണ്ട് ആ ആത്മശക്തിക്ക് ആനന്ദം, നമ്മുടെ ബ്രെയിൻ ആനന്ദം ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക്, നമുക്ക് ചിരിക്കുന്ന അവസ്ഥയിലേക്ക്, ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് നമുക്ക് എത്തുവാൻ കഴിയണം. ഓരോരുത്തരുടെയും സ്വയപ്രയത്നം കൊണ്ട്, എന്റെ വിയർപ്പ് കൊണ്ടല്ല, എന്റെ ഭാഷ്യം കൊണ്ടുമല്ല. ഞാനൊരു സ്പാർക്കായിരിക്കാം. എന്റെ വാക്കുകൾ ഒരു കാരണമേ ആകുന്നുള്ളൂ. നമ്മളിത് വേദ്യമാകുന്നത് ഓരോ ഹൃദയങ്ങളിലുമാണ്, ഓരോ ഇന്ദ്രിയങ്ങളിലുമാണ്. ഇന്ദ്രിയങ്ങളിൽ വേദ്യമാകുന്നത് അവനവന്റെ ഉള്ളിൽ മാത്രം സ്ഫുരിക്കുന്നതാണ്.
അതെ. ഞാൻ പറയുന്ന ആ വാക്കുകൾ നമ്മൾ ഓരോരുത്തരും എത്ര കണ്ട് നമ്മളുടെ ഉള്ളിൽ അതിനെ സ്വീകരിച്ചു, അതിനെ ചിന്തിച്ചു. അർത്ഥമില്ലെങ്കിൽ വിട്ടുകളയുക. അർത്ഥമുള്ളതിനെ ആശ്രയിച്ചിരിക്കും. അർത്ഥമുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകും. അതാണ്. അത് മുഴുവൻ അനർത്ഥത്തെയും നീക്കും. അവിടെ അർത്ഥം അറിവിനെയാണല്ലോ പറഞ്ഞത്. അതെ. ജീവനെ ഹിംസിക്കുന്ന സിംഹരൂപമായിരിക്കുന്ന യമന്റെ പീഠമാണ് സിംഹയോനി എന്ന് പറയുന്നത്. അത് സാപസ്ത്യ വേദത്തിലേക്ക് വരുമ്പോഴാണ് സിംഹയോനിക്ക് പ്രാധാന്യം വരുന്നത്. തെക്ക് ദിക്ക് ഹിംസിക്കുന്ന അവസ്ഥയിലുള്ള സിംഹയോനിയാണ്. ആ സൂര്യന്റെ താപത്തെ ഹിംസിക്കുന്നത്, ആ സൂര്യന്റെ ഹിംസാഭാവമായിരിക്കുന്ന യമന്റെ പീഠത്തിൽ ആ യമന്റെ ഹിംസാഭാവത്തെ ഹിംസിക്കുന്നത് വിഷ്ണുവാകുന്നു. പിതൃപതിയായിരിക്കുന്ന ആ യമനെ മൂലപിതൃ ശാസിക്കുന്നു. ജീവനെ ജനിപ്പിക്കുന്ന കാരണമാകുന്നു. ജീവന്റെ ജീവനാംശ പാലകനാകുന്നു വിഷ്ണു. നമ്മള് ഈ ആളുകള് സാധാരണ ആളുകള് ജ്യോത്സ്യന്മാരുടെ അടുത്തും അമ്പലത്തിലും മന്ത്രതന്ത്രാദികളിലൊക്കെ ചെല്ലുന്ന മൂലപിതൃ എന്ന് പറയുമ്പോ അങ്ങ് ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ അപ്പൂപ്പന്റെ 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 അപ്പൂപ്പനെയാണ് വിചാരിക്കുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന എന്താണെന്നറിയോ? ഈ പ്രതിഷ്ഠ നടത്തിയ കാലത്തുണ്ടായിരുന്ന ഇവിടുത്തെ പ്രമാണിയായിരിക്കും, ഈ ക്ഷേത്രത്തിന്റെ കാരണവരായിരിക്കും എന്നാണ് നമ്മൾ ചിന്തിക്കുക. അതിനും അപ്പുറത്താണ് അപ്പൂപ്പെന്നും പറഞ്ഞാണ് നമ്മൾ എന്ന് തൊട്ടുകൊടുന്നത്. അത് നമ്മുടെ അച്ഛന്റെ 2-3 തലമുറയ്ക്ക് അപ്പുറത്തേക്ക് നമുക്ക് ചിന്തിക്കാനുള്ള ഒരു സെൻസും ഇല്ലാത്തൊരവസ്ഥയിലാണ്. അതിനും അപ്പുറത്താണ്, ഈ അപ്പൂപ്പനും അപ്പുറത്താണ് മൂലപിതൃ എന്ന് പറയുന്നത് വൈഷ്ണവ ശക്തിയാകുന്നു. ആ വൈഷ്ണവ ശക്തിയുടെ, ആ ഹരിതലോക ശക്തിയുടെ അവതാരം മാത്രമാകുന്നു നമ്മൾ. അതിന് ആ മൂലപിതൃവിന് അപ്പുറത്ത് മറ്റൊരു പിതൃ ഇല്ല. നല്ല രസകരമായിട്ടുള്ള ഒരു സയൻസാണ്. ഇതിന്റെ എല്ലാം മൂല കാരണം മൂലബ്രഹ്മമാണ്. അതാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. ആ ബ്രഹ്മത്തിൽ നിന്നായിട്ടാണ് സർവ പദങ്ങളും പദാർത്ഥങ്ങളും എല്ലാം. അപ്പൊ സിംഹയോനി ആണ് ഈ അത് തെക്ക് ദിക്കിനെ സംരക്ഷിക്കുന്നത്, യമനെ പിതൃപതിയാക്കുന്നത്, പാലകനായിട്ട് മാറുകയാണ്. യമൻ യമരാജനായി, പിതൃപതിയായി, പാലകനായിട്ട്, 8 ദിക്കിനെയും പാലിക്കുന്ന ഒരാളായിട്ട് ഈ ആള് മാറുകയാണ്. ഇദ്ദേഹം ഇവിടെ പിതൃപതിയായിട്ട് ഇരിക്കുന്നതിന് കാരണം ആരാന്നറിയോ? വടക്ക് ദിക്കിലിരിക്കുന്ന കുബേരനാണ്, ഹിമവാനാണ്. അപ്പൊ നമുക്കത് കുബേരനിലേക്ക് വരുമ്പോ, വടക്ക് ദിക്കിലേക്ക് വരുമ്പോ അതിനെ പറ്റി പറയാം. അപ്പോഴാണ് കൂടുതൽ രസം വരുന്നത്. യമരാജന്റെ ശത്രു ഹിമവാനാണ് എന്നറിയുക. യമൻ ശിവനുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ ശിവന്റെ അച്ഛന്റെ സ്ഥാനത്താണ് ഹിമവാനെന്നും അങ്ങ് വെറുതെ ഒന്ന് അറിഞ്ഞു വെക്കുക. കാരണം പാർവതിയുടെ അച്ഛന്റെ സ്ഥാനത്താണ് ഹിമവാൻ നിൽക്കുന്നത്. അവിടെ കൊണ്ടാണ് ശിവനെ താമസിപ്പിച്ചേക്കുന്നത്. ഹിമയുടെ പേരിൽ ആലയം തീർത്തിട്ട് ശിവന്റെ പേരിലല്ല ആലയം, അച്ഛനെ എഴുതി കൊടുത്തേക്കുന്ന സ്ഥലത്താണ് ശിവൻ താമസിക്കുന്നത്. മഹി താമസിക്കുന്നത് ഹിമയുടെ. അതെ, ആ സ്ത്രീകളുടെ പേരിലായില്ലേ? ഇത് തന്നെയാണ്. ഇത് പണ്ട് തുടങ്ങിയതല്ലേ? അതെ, ഇതാണ് വേദത്തിന്റെ രഹസ്യം. അപ്പൊ ആ മഹിയുടെ അടുത്ത ആളാണ്, ഇടത്തെ കണ്ണാണ് യമനെങ്കിലും ഈ ശിവന്റെ പിതൃസ്ഥാനത്താണ് ഹിമവാൻ. അതുകൊണ്ട് ആ കുബേരനാണ് ഇയാളെ ശാസിച്ചിരുത്തുന്നത്. പിതൃപതിയാണെന്നല്ലേ പറഞ്ഞത്? അതെ, പിതൃപതിയാണ് യമരാജനെങ്കിൽ ഈ മഹാദേവന്റെ പിതൃസ്ഥാനത്താണ് ഹിമവാൻ. അപ്പൊ ഹിമവാൻ അവിടെ തല ഉയർത്തി നിൽക്കുന്നത് കൊണ്ടാണ് യമരാജൻ ഇവിടെ തല താഴ്ത്തിയിരിക്കുന്നത്, പാലകനായിട്ട് മാറുന്നത്. കാരണം ഈ ഇന്ദ്രഗുണമുള്ള വായുവിനെ പ്രദക്ഷിണം ചെയ്യിക്കുന്നതിന് കാരണക്കാരൻ കുബേരനാകുന്നു, ഹിമവാനാകുന്നു. ഈ ജീവന്റെ വ്യാപാരം നടത്തുന്നതിന്റെ ധനം ഈ നിധിപതിയായിരിക്കുന്ന കുബേരന്റെ ധനത്തിലാണ് ഇന്ദ്രന്റെ സഞ്ചാരം.
ആ ഈ പ്രദക്ഷിണം ചെയ്യിപ്പിക്കുന്നതിന്റെ ധനം ഉണ്ടല്ലോ കാണിക്കയിടുന്നത്, ആ അത് കുബേരന്റെ ധനം കൊണ്ടാണ് ഇന്ദ്രൻ ഈ കാണിക്കയിട്ട് പോകുന്നത്. ഉവ്വ. അപ്പൊ അതിന്റെ സയൻസ് നമുക്ക് രസകരമായിട്ട് പിന്നീട് പറഞ്ഞു പോകാം. ഉവ്വ. ഇപ്പൊ ഇത് ഏകദേശം മനസ്സിലായോ അങ്ങക്ക്? ഏകദേശം മനസ്സിലായി. ഈ സൂര്യതാപത്തെ തടുക്കുന്നത്, സഹസ്ര ശീർഷത്താൽ തടുക്കുന്നത്, സഹസ്രപാദത്താൽ സൂര്യൻ ചവിട്ടുമ്പോൾ അതിനെ സഹസ്ര ശീർഷത്താൽ തടുക്കുന്നത് വിഷ്ണുവാകുന്നു. മൂലപിതൃവാണ്. മൂലപിതൃവാണ്. ആ പിതൃവാണ് ഈ യമനെ പിതൃപതിയാക്കുന്നത്. ഇനി മുതൽ ഇതറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആളുകൾ മുഴുവനും എല്ലാവരും ങ്ങളെ ചെല്ലുമ്പോൾ മൂലപിതൃ എന്ന് കണ്ടാൽ ഇതാണ് മനസ്സിൽ വിചാരിക്കേണ്ടതും ചിന്തിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും എന്താന്ന് വെച്ചാൽ അവിടെ ധ്യാനിക്കേണ്ടതും ഈ തരത്തിലാണ്. അതെ, നമ്മുടെ ഓരോ ക്ഷേത്രങ്ങളിലും മൂലപിതൃ അതാണ്. ആ വൃക്ഷലോകമാണ് ആ ഭൂമണ്ഡലത്തിൽ, ആ ക്ഷേത്രമണ്ഡലത്തിൽ ഖണ്ഡ നിരൂപണം ചെയ്യുമ്പോൾ ആ ക്ഷേത്രഭൂമിയിൽ ആ മണ്ണിനെ മഹിയെ മാധവമാക്കുന്നത്. അതന്നെയല്ലേ നമ്മള് ആലിന് പ്രശ്നം വയ്ക്കുമ്പം ചൊല്ലുന്ന മന്ത്രം. അതെ, മൂലതോ ബ്രഹ്മരൂപായ മധ്യതോ വിഷ്ണുരൂപിണേ അഗ്രതോ ശിവരൂപായ വൃക്ഷരാജായതേ നമഃ എന്ന് പറയുന്ന മന്ത്രം. ഇത് ഈ മണ്ണിനെ മാധവമാക്കുന്നത് മാധവനാണ്, ഈ ഹരിതലോകമാണ്, ഈ മൂലപിതൃവാണ്. ജലത്തെ ജീവനമാക്കുന്നത്, വായുവിനെ പ്രാണതമാക്കുന്നത്, അഗ്നിയെ ഔഷധമാക്കുന്നത്, ആകാശത്തിൽ ആലയം തീർക്കുന്നതിന് കാരണമായിരിക്കുന്ന ജീവനാംശപാലക പീഠമായിരിക്കുന്ന ആ മൂലപിതൃവിനെ നമ്മൾ സ്മരിക്കുക ജ്ഞാനത്താൽ. ജ്ഞാനത്തിൽ നിന്നാണ് ഭക്തി നമുക്ക് ജനിക്കേണ്ടത്. ഭക്തിയാണ് നമ്മളുടെ ബുദ്ധിയെയും ശക്തിയെയും ചേർത്ത് വെച്ച് നമ്മളെ ഉയർത്തേണ്ടത്. അതിനുള്ള ഉദാഹരണമാണല്ലോ ഹനുമാൻ. അതെ, എന്തുകൊണ്ടാണ് ഒരു മനുഷ്യനല്ലായിരുന്നിട്ട് കൂടിയും ഏറ്റവും നല്ല ശക്തിയുടെ പ്രതീകമായി ഭക്തി കൊണ്ട് ഉയർന്ന ആ ദേവസങ്കല്പം എന്ന് ചിന്തിക്കുമ്പോഴാണ് മൂലപിതൃവിനോട് എന്തുകൊണ്ട് ജ്ഞാനത്താൽ നമുക്ക് ഈ രീതിയിൽ നമുക്ക് ഭക്തി ജനിച്ചുകൂടാ, ഈ വൃക്ഷലോകത്തെ എന്തുകൊണ്ട് സംരക്ഷിച്ചുകൂടാ, പരിപാലിച്ചുകൂടാ. ആ സംരക്ഷണത്തിന്റെ പരമമായിട്ടുള്ള അവസ്ഥയാണ് ആരാധന എന്ന് അറിയണം. ക്ഷേത്രഭൂമികളെല്ലാം വൃക്ഷങ്ങളുടെ ആലയമാവണം. ക്ഷേത്രാലയം എന്ന് പറഞ്ഞാൽ വൃക്ഷാലയം തന്നെയാവണം. ആ പത്രികളാണ് ആശുപത്രികളെ ഏകുന്നത്. ആരാധനാലയങ്ങൾ എന്ന് പറഞ്ഞാൽ ആതുരാലയങ്ങൾ പോലെയാവണം. ശുശ്രൂഷിക്കുന്നത്, നമ്മളെ സംരക്ഷിക്കുന്നത് എല്ലാം ഈ ഹരിതലോകമാണ്. നമ്മുടെ രക്ഷയും സുരക്ഷയും എല്ലാം വൃക്ഷലോകമാണ് എന്ന് അറിഞ്ഞാലും ശരിയാ. നമ്മുടെ ക്ഷേത്രത്തിൽ ആരാധനാലയത്തിൽ പോയിട്ട് വന്നാൽ നമ്മളൊരു എന്താ പറയുന്നത്, വലിയ സുഖം ശാരീരികമായിട്ടും മാനസികമായിട്ടും ലഭിക്കുന്ന സ്ഥലമാണല്ലോ. അതെ. അപ്പോ ഈ ഇലക്ട്രോണിന് കാരണമായിരിക്കുന്ന രണ്ട് കണങ്ങളാണ് അഗ്നിയും ആകാശവും. അതിന് സെന്ററിൽ വരുന്ന പീഠമാണ് പിതൃപതി എന്ന് പറയുന്ന, കാലം എന്ന് പറയുന്ന, കാലൻ എന്ന് പറയുന്ന ആ പീഠം, സമയപീഠം. ജൈവലോകത്തിന് മാത്രമേ ഉള്ളൂ സമയം എന്നും കൂടി അറിയണം. ജീവനായിരിക്കുന്ന അവസ്ഥയിൽ മാത്രമാണ് സമയമുള്ളതെന്നറിയണം. ആത്മാവ്, മനസ്സ്, ശരീരം എന്നിവ ചേരുമ്പോൾ മാത്രമാണ് സമയം ജനിക്കുന്നതെന്നറിയണം. ഇത് മൂന്നും പിരിയുമ്പോൾ സമയവും മരിക്കുമെന്നറിയണം. അങ്ങനെയുള്ള മരണകാരണമായിരിക്കുന്ന പീഠം ഭാരതത്തിന്റെ തെക്കേയറ്റത്ത് ത്രിസാഗര സംഗമ പീഠമായിട്ടുള്ള സംയമനിയിലാണ്. അതാണ് നമ്മൾ അറിയേണ്ടത്. സംയമനിയിലാണ്. അതെ. അത് മറ്റ് ഭൂഖണ്ഡങ്ങൾക്കൊന്നും അവകാശപ്പെടാനില്ലാത്തതാണ്. ഇല്ല, അത് ഇതിനകത്ത് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ പേരിലാണ് ജംബൂദ്വീപ് എന്ന് ഏഷ്യ ഭൂഖണ്ഡത്തിന് പേര് വരുന്നത്. ബീജകുംഭ സംഭവസ്ഥാനം, ജീവകുംഭ സംഭവസ്ഥാനം, യമപീഠം എന്നിവ കൊണ്ടാണ് ഈ സ്ഥാനം കിട്ടുന്നത്. ഈ ഖണ്ഡത്തിന്റെ പേരെന്താണെന്നറിയോ? ഇപ്പൊ ഈ സംയമനി ഹൃദയഭൂമിയായിരിക്കുന്ന, തലസ്ഥാനമായിരിക്കുന്ന യമന്റെ പിതൃപതിയുടെ പീഠത്തിന്റെ ആ ദേശത്തിന്റെ പേര് അറിയോ? അതാണ് ഭാരതം. 9 ഖണ്ഡങ്ങൾ ചേർന്നതാണ് മഹാഭാരതം. അതാണ് നമ്മുടെ രാജ്യം. ആ രാജ്യത്തിന് കാരണമായിരിക്കുന്ന, ഭാരതം എന്ന് പറയുന്നതിന് കാരണമായിരിക്കുന്ന ഭാരൻ, ഭാരൻ എന്ന് പറഞ്ഞാൽ വിഷ്ണു എന്നാണ് അർത്ഥം, വൃക്ഷലോകം എന്നാണ് അർത്ഥം. ആ ഭാരൻ ഗർഭപാത്രം തീർക്കുന്നിടം, ജന്തുലോകത്തെ തീർക്കുന്നിടം, ജീവനെ ജനിപ്പിക്കുന്നിടം ഭാരതം.
ഭ എന്ന് പറഞ്ഞാൽ സത്വഗുണം, രാ എന്ന് പറഞ്ഞാൽ രജോ ഗുണം, താ എന്ന് പറഞ്ഞാൽ തമോ ഗുണം. അങ്ങനെ ഭാരതം. ആ ഭാരതത്തിന്റെ, അതായത് ത്രിഗുണ വൈഭവം പേറുന്ന ഭാരതം എന്ന പേരിന്റെ അർത്ഥം അങ്ങക്കിപ്പോ പിടിയിട്ടില്ലേ? ഇപ്പം മനസ്സിലായി. ഭാരതൻ ഭരിച്ചത് കൊണ്ടല്ല ഭാരതം. ഏത് ഭരതൻ? ഭരതൻ ഭരിച്ചാൽ ഭരതം എന്നല്ലേ വരുള്ളൂ, ഭാരതം എന്ന് വരുമോ? വരില്ല. ഭാരൻ വിഷ്ണുവാണ്, വൃക്ഷലോകമാണ്. ആ വൃക്ഷലോകത്തിന്റെ ഇടമാണ്, അതായത് സാക്ഷാൽ വൈകുണ്ഠപുരിയാണ്. ആ വൈകുണ്ഠപുരി ഇരിക്കുന്നത് ഭാരതത്തിലാണ്. ഈ തെക്കേ അറ്റത്തുള്ള നവഖണ്ഡങ്ങളിലെ ഏറ്റവും സുപ്രധാനമായിരിക്കുന്ന ജീവകുംഭ സംഭവസ്ഥാനവും ബീജകുംഭ സംഭവസ്ഥാനവും യമപീഠവും ഇരിക്കുന്ന വൈകുണ്ഠദേശവും ഇരിക്കുന്ന പീഠത്തിലാണ് എന്തിരിക്കുന്നത്? ഭാരതഖണ്ഡ ഇരിക്കുന്നത്. കർമാദികളൊക്കെ ചെയ്യുന്ന സമയത്ത് ഭാരതഖണ്ഡ എന്നൊക്കെ പറയുന്നത് മന്ത്രത്തിൽ പറയുന്നു. അതെ അതെ. തമിഴ്നാട്ടിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വന്ന ആ നമ്മളുടെ പുരോഹിത വംശമാണ് ഇപ്പോഴും ഭാരതഖണ്ഡേ ഭാരതവർഷ എന്ന് പറയുന്നത്. നമ്മൾ ശരിക്കും കേരളത്തില് പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറ് ദേശം ഹരിദേശമാണ്. അപ്പോ അത് ഹരിദേശേ എന്നാണ് അവിടെ പറയേണ്ടത്. നമ്മളിപ്പോഴും തമിഴ്നാട്ടിൽ നിന്ന് വന്നവരായതുകൊണ്ട് പലപ്പോഴും നമ്മളിപ്പോഴും നമ്മളുടെ മന്ത്രങ്ങളിൽ അങ്ങനെ തന്നെ വന്നു ചേരുന്നുണ്ട്. മരണാനന്തര കർമ്മം ചെയ്യുമ്പോൾ ഭാരതഖണ്ഡേ ഭാരതവർഷ എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷെ പറയേണ്ടത് ഹരിദേശേ എന്നും കൂടി പറയേണ്ടതാണ്. പക്ഷെ ഭാരതം എന്ന് പേര് വരുന്നത് നവഖണ്ഡങ്ങളിലെ ഏറ്റവും തന്ത്രപ്രധാനമായിരിക്കുന്ന തെക്കേ അറ്റത്തുള്ള പീഠമായിരിക്കുന്ന ഈ ഭാരതപീഠം, യമപീഠം. അതിന്റെ പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബീജകുംഭ സംഭവസ്ഥാനം, ജീവകുംഭ സംഭവസ്ഥാനം, ദിവ്യമായിരിക്കുന്ന ദ്രവ്യം ഇരിക്കുന്ന ദ്രാവിഡ ദേശം, ലോക ശബ്ദത്തെ ജനിപ്പിക്കുന്ന ശബരിപീഠം, യമപീഠം, പിതൃപതി പീഠം, ലോകത്തിലെ വൈകുണ്ഠം, ലോകത്തിന്റെ ജന്തുലോകത്തിന്റെ മുഴുവൻ ഖണ്ഡിതത്തെയും മായ്ക്കുന്ന വൈകുണ്ഠദേശം, വിഷ്ണുവിന്റെ വൃക്ഷലോകത്തിന്റെ ഹരിതലോകത്തിന്റെ ജന്മദേശം, ജീവൻ ജനിച്ച ഇടം, ഗോഡ്സ് ഓൺ കൺട്രി, ജൈവത്തിന്റെ ജീവന്റെ സ്വന്തം നാട്. ഇതെല്ലാം എന്താണ്? സൗത്ത് ഇന്ത്യയാണ്. ഇതിന്റെ എല്ലാത്തിന്റെയും കാരണഭൂതനായിരിക്കുന്നത് ശൈവശക്തിയാണ്. നമുക്കെല്ലാം വിലാസം തീർക്കുന്നത് ഹിമാലയമാണ്, ആ കൈലാസമാണ്. അവിടെയാണ് നമ്മൾ കന്യാകുമാരിയിൽ ചെന്ന് നിന്ന് ആ ശൈവശക്തിയുടെ പാദം തൊടുന്ന ഇടമാണ്. കുമാരിയായി പാർവതിയായി ആ ശൈവശക്തിയുടെ പാദം തൊടുന്ന ഭഗവാന്റെ, മഹാദേവന്റെ പാദം തൊടുന്ന ഇടമാണ് കന്യാകുമാരി. അവിടെയാണ് വിവേകാനന്ദ പാറയുള്ളത്, ദേവിയുടെ പാദം പതിയുന്ന ഇടമുള്ളത്, ശിവന്റെ പാദത്തിൽ ദേവി സ്പർശിക്കുന്ന ഇടമുള്ളത്. അപ്പൊ അങ്ങനെ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ഭാരതഖണ്ഡം എന്ന് പറയുന്നത് അതിന്റെ എല്ലാ പ്രൗഢിയോട് കൂടിയിട്ടും ഇതിനെ സംരക്ഷിക്കേണ്ടതുണ്ട്. ഇതിനെ സംരക്ഷിക്കുന്നത് പർവ്വതകുമാരന്മാരാണ്. അതുകൊണ്ടാണ് സൗത്ത് ഇന്ത്യയിലെ കുമാരന്മാർക്ക്, സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങൾക്ക്, മുരുകദേശങ്ങൾക്ക്, വെട്രിവേൽ വീരവേൽ എന്ന് പറയുന്ന ദേവസങ്കല്പത്തിന് പ്രാധാന്യമുള്ളത്, ദേവീ ക്ഷേത്രങ്ങൾക്ക് പ്രാധാന്യമുള്ളത്. ദേവീക്ഷേത്ര സങ്കല്പത്തിലേക്കൊക്കെ നമ്മൾ വരുമ്പോഴാണ് ആരാണ് ദുർഗ, ഭദ്രകാളി ആരാണ്, പാർവതി ആരാണ്, ഗംഗ ആരാണ്, സരസ്വതി ആരാണ്, ചണ്ഡി ആരാണ്, ചാമുണ്ഡി ആരാണ്, ഭൈരവി ആരാണെന്നൊക്കെ നമുക്കറിയാൻ പറ്റുള്ളൂ. അപ്പോഴാണ് ഭുവനേശ്വരി, വെള്ളാംഭഗവതി, ഐലേച്ചി എന്നൊക്കെ ഉള്ള കാര്യത്തിലേക്ക് പോകുന്നത്. അപ്പോഴാണ് യക്ഷൻ, യക്ഷി, ഗന്ധർവൻ, പിശാചി, ചെകുത്താൻ, ഡ്രാക്കുള ഇതൊക്കെ എന്താണെന്നറിയാൻ പറ്റും. ഇത് ജീവാത്മാവ്, പരമാത്മാവ്, അപരബ്രഹ്മം, മൂലബ്രഹ്മം, ഇതെല്ലാം എത്രയോ രസകരമായിട്ട് വരും തലമുറയെ പഠിപ്പിക്കാൻ പറ്റുന്ന, പാഠ്യവിഷയമാക്കാൻ പറ്റുന്ന കാര്യമാണ് അഷ്ടദിക്പാലകർ എന്ന് പറയുന്നത്. ഭൂമിയെക്കുറിച്ച്, പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ആ പഠനത്തിന്റെ ആദ്യ പടിയാണ്. അതെ. ഭഗവാൻ ശ്രീകൃഷ്ണൻ അഷ്ടദിക്പാലകരിലൂടെ അഷ്ടദിക്പീഠങ്ങളെ സൃഷ്ടിച്ചിട്ട് ആണല്ലോ ഭാരതത്തെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങയുടെ പ്രഭാഷണത്തിലൂടെയാണ്, അങ്ങയുടെ സംസാരത്തിലൂടെയാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതെ അതെ. ആ ഭഗവാന്റെ ആ അഷ്ടബുദ്ധി ഗുണം പേറുന്ന ആ ശിരസിനെ വഹിച്ച പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് നിർത്താം. വലിയ സന്തോഷം. സന്തോഷി എല്ലാ ജ്ഞാനികളായിട്ടുള്ള പൂർവികരെയും ഭക്തിയെ നമസ്കരിച്ചുകൊണ്ട് ഈ അറിവിനെ സമ്മാനിച്ച നമ്മുടെ സൂര്യ തേജസ്സുകളായിട്ടുള്ള മുഴുവൻ പൂർവികരെയും, മുഴുവൻ മാതൃലോകത്തെയും
ആചാര്യവൃന്ദത്തെയും ഇപ്പോഴുള്ള സകല നന്മയുള്ള ശ്രേഷ്ഠന്മാരെയും നമസ്കരിച്ചുകൊണ്ട് നമുക്ക് നിർത്താം. കാരണം ഇങ്ങനെ പറയുന്നത് നമ്മൾക്ക് എത്ര ആയുസ്സുണ്ട്? വളരെ കുറഞ്ഞ ആയുസ്സേ ഉള്ളൂ. നമുക്ക് എത്രമാത്രം അറിവിനെ സ്വീകരിക്കാൻ പറ്റും? വളരെ കുറവ് മാത്രമാണ്. അതെ. ഈ അറിവ് ഒരുപാട് പേരോട് കടപ്പെട്ടിരിക്കുന്നു. ഈ അറിവിനെ നമ്മൾ ഒരുപാട് പേരിൽ എത്തുകയും വേണം. തീർച്ചയായിട്ടും ഒത്തിരി ആളുകളുടെ, അതായത് മഹത് വ്യക്തികളുടെ ജ്ഞാനമാണ് നമ്മളിപ്പോ പറഞ്ഞത്. അപ്പൊ ഇതിനകത്തൊരു കുത്തിടാനോ ഒരു കോമ ഇടാനോ നമുക്ക് പറ്റില്ല. കുത്തിട്ടാൽ നമ്മളവിടെ നിന്ന് പോകും, കോമ ഇട്ടാൽ നമ്മൾ കോമയാകുന്നല്ലാണ്ട് ഇതിനകത്ത് അതൊന്നും ചെയ്യാൻ പറ്റില്ല. എന്തായാലും രസകരമായിട്ട് തന്നെ, വളരെ രസകരമായിട്ട് സന്തോഷമായിട്ടും ഒക്കെ ഇതിനെ അവതരിപ്പിച്ച സന്തോഷി, ഇത് വരും തലമുറയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടായി മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തീർച്ചയായിട്ടും ഈ അഷ്ടദിക്പാലകരുടെ അഷ്ടദിക്പീഠങ്ങൾ എന്താണെന്നും അഷ്ടദിക്പാലകർ ആരാണെന്നും എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നതെന്നും സന്തോഷി വളരെ കൃത്യമായി ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ അഷ്ടദിക്പാലകരെ കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ, അറിവുകൾ വരും തലമുറയ്ക്ക്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, എല്ലാവരും ബന്ധുമിത്രാദികൾ അടക്കമുള്ള മുഴുവൻ ആളുകൾക്കും, ഇത് കേൾക്കുന്നവരും കാണുന്നവരും പരമാവധി ഷെയർ ചെയ്ത് എത്രയും പെട്ടെന്ന് നമ്മുടെ വരും തലമുറകളിലേക്കും പുതുതലമുറകളിലേക്കും ഒക്കെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കണം. തീർച്ചയായിട്ടും അത് നമുക്ക് വരും തലമുറയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന വലിയൊരു അറിവ് തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം തർക്കമില്ല. അന്ധവിശ്വാസത്തിന്റെ പടുകുഴിയിൽ കിടക്കുന്ന നമുക്കും നമ്മുടെ വരും തലമുറയ്ക്കും ഇത് വലിയ ഊർജ്ജസ്വലമാവേണ്ടതുണ്ട്. അതിനുവേണ്ടി യത്നിക്കണം എന്നാണ് പറയുവാനുള്ളത്. നമസ്തേ മോഹൻജി. നമസ്തേ. അപ്പൊ എല്ലാവർക്കും നമസ്കാരം പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തേക്ക് നിർത്താം.